ഇന്ന് ഒഴുക്ക് നിർബാധം തുടരത്തക്ക നിലയിൽ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിച്ചു. പിന്നെ മണ്ണ് മാറ്റുന്നുണ്ട്. ഇപ്പോൾ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചു 3 യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീഡിംഗ് ചാനലിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ സ്പിൽവേയിലൂടെ കൂടുതൽ വെള്ളമൊഴുക്കി കളയുക. ഇതാണ് വേണ്ടത്. ഇപ്പോൾ അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറെയും പെർമനൻ്റായിട്ട് ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടർ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കളക്ടറും SP യും മറ്റുദ്യോഗസ്ഥന്മാരെല്ലാം ഇറിഗേഷനും മോണിറ്റർ ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനമായിരിക്കും നടക്കുന്നത്. ഇത് അവിടുന്ന് ഈ വെള്ളം ഒഴുകി വരുമ്പോൾ ഇത് കടലിലേക്ക് പതിക്കുന്നില്ല എങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ വേണ്ടി വരും, പ്രദേശങ്ങളൊക്കെ മുങ്ങും. ഇതാണ് പ്രശ്നം. ഇതാണ് 2018-ലുണ്ടായ പ്രശ്നം. ഇത് തന്നെയാണ്. പക്ഷെ അത് കുറേ കൂടി ജാഗ്രതയിൽ ഇനിയിപ്പോൾ ഈ മണ്ണ് മാറ്റുകയും വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആക്കണം. എന്നാൽ മാത്രമേ അപ്പർ കുട്ടനാട് മേഖലയിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ജില്ലയിലെ ജനപ്രതിനിധികളുടെ മീറ്റിംഗ് കൂടി ഓരോ കാര്യങ്ങളും വിലയിരുത്തി എന്താണ് ഇവിടുത്തെ പ്രശ്നം, എന്തെങ്കിലും തരത്തിൽ വെള്ളം വളരെയധികം ഒരു വിപത്തുണ്ടായാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നതിനെക്കുറിച്ച് ജനപ്രതിനിധികളുടെ മുഴുവൻ മീറ്റിംഗ് കൂടിയിരുന്നു. ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരമന്ത്രിയുടെ പ്രതിനിധി അദ്ദേഹവും ഉൾപ്പെടെ അതിനകത്ത് ജോയിൻ ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ 2 MP മാർ, എല്ലാ MLA എല്ലാവരും പങ്കെടുത്തൊരു മീറ്റിംഗാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അർത്ഥത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും നമ്മുടെ പുഴയുടെ ഇവിടെ ആഴം കൂട്ടി വീതി വർദ്ധിപ്പിക്കണമെന്നൊരു തീരുമാനം അന്ന് തന്നെ എടുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. അതിനുശേഷം ഇന്നലെ നമുക്ക് വിവരം കിട്ടിയെന്ന് ഈ മാലിന്യം വന്നടിയുന്നതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലോ ആണല്ലോ. ഇപ്പോൾ മൂഴിയാർ ഡാം തുറന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കിഴക്കൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന മാലിന്യം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇടയിൽ വെച്ച് നേരത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ ഇടയ്ക്കുള്ള ചില പാലങ്ങളിൽ അത് എന്ന് പറഞ്ഞാൽ ഈ അശാസ്ത്രീയമായിട്ടുള്ള തൂണുകളുള്ളതുകൊണ്ട് അവിടെ തട്ടി നിൽക്കുകയാണ്. കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ ഇടത്തോടുകളിലും ഇത്തരമുള്ള മുട്ടുകളിലും മറ്റും അടിയുന്ന മാലിന്യങ്ങളെ അത് കറക്റ്റ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം വീണ്ടും വന്നു ചേരും. അതാണ് ഇവിടെ വന്ന് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇത് രാത്രിയിൽ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഹൈവേ ഒബ്സ്ട്രക്റ്റ് ചെയ്യേണ്ടി വരും, ട്രാഫിക് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ രാത്രിയിലാണ് ഈ മാലിന്യങ്ങൾ നീക്കിക്കൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നൊരു പ്രധാനപ്പെട്ട തീരുമാനം തുടർച്ചയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഈ പുഴയുടെ സംബന്ധിച്ച് മണലെടുത്തു മാറ്റുന്ന പ്രക്രിയ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക.